ഓക്കെ, നെക്സ്റ്റ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഒരു ബ്രാഞ്ചിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് വരുന്നത് ഒരു ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും കൂടി ഡീറ്റെയിൽസ് തന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് അതാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കൺസോളിഡേറ്റഡ് എന്ന് പറയുമ്പോൾ ഉള്ളതിൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക, അതാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രേഡർ ഓഫ് ചെന്നൈ ഹാഡ് എ ബ്രാഞ്ച് ഇൻ കൊൽക്കട്ട. ചെന്നൈയിലുള്ള ഒരു ട്രേഡർക്ക് കൊൽക്കട്ടയിലൊരു ബ്രാഞ്ച് ഉണ്ട്. ദ ബ്രാഞ്ച് ഗെറ്റ്സ് ഗുഡ്സ് പാർട്ട്ലി ഫ്രം ചെന്നൈ ഹെഡ് ഓഫീസ് ആൻഡ് പാർട്ട്ലി ഫ്രം ഔട്ട്സൈഡേഴ്സ്. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ കേസാണ്. അതായത് ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് റിസീവ് ചെയ്യും, അതുപോലെ തന്നെ അവർ വിൽപ്പന നടത്താനായിട്ട് ഔട്ട്സൈഡേഴ്സിൻ്റെ അടുത്തു നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ദ ബ്രാഞ്ച് കീപ്സ് എ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ്. ഹെഡ് ഓഫീസിൽ നിന്ന് കൂടാതെ ബ്രാഞ്ചും എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. ദ ഫോളോയിങ് ബാലൻസസ് വർ എക്സ്ട്രാക്റ്റഡ്. അപ്പം ബുക്സിലുള്ള കുറച്ച് ബാലൻസസ് ആണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് താഴെ തരുന്ന എല്ലാ ഐറ്റംസും ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്കുള്ള ഐറ്റംസാണ്. നിങ്ങൾക്ക് സാധാരണ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ട്രയൽ ബാലൻസ് തരില്ലേ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ്, അതിൽ നിന്ന് ഐറ്റംസ് എടുത്തിട്ടാണ് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ബാലൻസ് ഷീറ്റിലേക്കും ഐറ്റംസ് മാറ്റിയിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, രണ്ട് പേരുടെ ഡീറ്റെയിൽസ് തരുന്നുണ്ട്, ഒന്ന് ഹെഡ് ഓഫീസിൻ്റെയും ഒന്ന് ബ്രാഞ്ചിൻ്റെയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. അപ്പോൾ ചെന്നൈ ഹെഡ് ഓഫീസിൻ്റെ മാത്രമേ ക്രെഡിറ്റ് ബാലൻസ്, ഇത് ഹെഡ് ഓഫീസിൻ്റെയാണ്, ഇത് ബ്രാഞ്ചിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ചെന്നൈ ഹെഡ് ഓഫീസിൻ്റെ ക്യാപിറ്റലാണ് തന്നത്, കൊൽക്കത്ത ബ്രാഞ്ചിൻ്റെ ക്യാപിറ്റൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, എവിടെ ഉണ്ടാവുള്ളൂ, മേജർ ക്യാപിറ്റൽ ഹെഡ് ഓഫീസിലേ ഉണ്ടാവുള്ളൂ. ദെൻ നെക്സ്റ്റ്, കാരണം കൊൽക്കത്ത എന്ന് പറയുന്നത് ബ്രാഞ്ചാണ്. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി എവിടെയുള്ളൂ, ഹെഡ് ഓഫീസിൽ മാത്രമേ ഉള്ളൂ, കൊൽക്കത്തയിൽ മെൻഷൻ ചെയ്യുന്നില്ല, ബ്രാഞ്ചിലില്ല. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ഫിക്സഡ് അസറ്റ്സ് ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതിൽ ഹെഡ് ഓഫീസിൽ 25,000 വരുന്നുണ്ട്, ബ്രാഞ്ചിൽ 12,500. ദെൻ ലൂസ് ടൂൾസ് 20,000 ചെന്നൈ ഹെഡ് ഓഫീസിൽ, ബ്രാഞ്ചിൽ 9,000. അതൊക്കെ ഫിക്സഡ് അസറ്റാണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ്, നമ്മൾക്ക് ഹെഡ് ഓഫീസിൻ്റെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, 17,500 പ്രോഫിറ്റാണ് കേട്ടോ മെൻഷൻ ചെയ്യുന്നത്. കാരണം ക്രെഡിറ്റ് ബാലൻസ് ആണ്, പ്രോഫിറ്റ് ബാലൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. അത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ വരും ഐറ്റം. ഓക്കെ, ദെൻ ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത് രണ്ടും എന്താണ്, ഡെപ്റ്റേഴ്സ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന രണ്ടും ക്രെഡിറ്റേഴ്സ് ആണ്. ഓക്കെ, ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് ഹെഡ് ഓഫീസിൽ 2,500 ഉണ്ട്, ബ്രാഞ്ചിൽ 1,400. അസറ്റാണ്, കറണ്ട് അസറ്റാണ് ക്യാഷ്. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് ഹെഡ് ഓഫീസിൽ 7,500 ഉണ്ട്, കൊൽക്കത്ത ബ്രാഞ്ചിൽ 3,000. ദെൻ പർച്ചേസസ് ആൻഡ് സെയിൽസ്. ഡെബിറ്റ് ബാലൻസ് കാണിച്ചതെല്ലാം സെയിൽസാണ്, പർച്ചേസാണ്. ഹെഡ് ഓഫീസിൻ്റെ പർച്ചേസ് 3,000, ബ്രാഞ്ചിൻ്റെത് 56,000. സെയിൽസാണ്, ഹെഡ് ഓഫീസ് 4,05,000, ദെൻ ബ്രാഞ്ച് 1,22,500. ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് സെയിൽസാണ്, ഡെബിറ്റ് ബാലൻസ് കാണിച്ചത് പർച്ചേസാണ്. ഓക്കെ, നെക്സ്റ്റ് സാലറീസ് ആൻഡ് വേജസ്. ഹെഡ് ഓഫീസിൽ 15,000, ബ്രാഞ്ചിൽ 8,000. ദെൻ റെൻറ്റ് ഹെഡ് ഓഫീസ് 7,500, കൊൽക്കത്ത ബ്രാഞ്ചിൽ 4,250. ജനറൽ എക്സ്പെൻസ് 2,500, ദെൻ ബ്രാഞ്ചിൽ 3,750. ഈ സാലറീസ്, റെൻറ്റ്, ജനറൽ എക്സ്പെൻസ്, ഈ 3 ഐറ്റവും എവിടെ വരുന്നതാണ്, നമ്മളുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ പിന്നെ പർച്ചേസും സെയിൽസും ഒക്കെ അറിയാമല്ലോ. പർച്ചേസ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ. അതുപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട ഐറ്റംസ് ആണ്. ഈ മുകളിൽ പറഞ്ഞതെല്ലാം എന്താണ്, ബാലൻസ് ഷീറ്റിൽ വരേണ്ട ഐറ്റംസ് ആണ്. ദെൻ ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച്.
എന്താണ് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്ത ഗുഡ്സാണ്. എത്ര സെൻഡ് ചെയ്തിട്ടുണ്ട്? 45,000 റുപ്പീസിനുള്ള ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹെഡ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് നമുക്ക് എവിടെയാണ് മെൻഷൻ ചെയ്യുക? നമ്മൾ ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച് നമ്മളുടെ ബുക്സിൽ, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 45,000 കാണിക്കേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ സെയിൽസിൻ്റെ അണ്ടറിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ള ഗുഡ്സാണ്. പക്ഷേ കൊൽക്കത്ത ബ്രാഞ്ചിൽ നോക്കുക, എത്രയേ കൊൽക്കത്ത ബ്രാഞ്ച് റിസീവ് ചെയ്തിട്ടുള്ളൂ? 40,000. അതിൽ 45,000 ശരിക്കും സെൻഡ് ചെയ്തിട്ടുണ്ട്. 45,000 ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്രാഞ്ച് എത്രയേ റിസീവ് ചെയ്തിട്ടുള്ളൂ? 40,000. അപ്പോൾ നിങ്ങൾ ഈ 45,000 കാണിക്കേണ്ടത് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ ഹെഡ് ഓഫീസിൻ്റെ എമൗണ്ടിൽ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 45,000. കാരണം ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്തതല്ലേ. എന്നാൽ ഈ 40,000 കാണിക്കേണ്ടത് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എന്താണ് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, അതായത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ എമൗണ്ട് കോളത്തിലാണ് ഈ 40,000 മെൻഷൻ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ആൻസർ വീഡിയോ, അതായത് ആൻസർ ഇമേജ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, 45,000 സെൻഡ് ചെയ്തതിൽ 40,000 ആർക്ക് കിട്ടിയിട്ടുള്ളൂ? ബ്രാഞ്ചിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ പറയുന്ന 5,000 എന്ന് പറയുന്നത് സ്റ്റോക്കിൽ നമ്മൾ ട്രാൻസിറ്റ് എമൗണ്ട് ആയിട്ടാണ് കാണിക്കുക. ഇൻ ട്രാൻസിറ്റ്, കാരണം ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്തിട്ടുണ്ട്, ആര് റിസീവ് ചെയ്തിട്ടില്ല, പർട്ടിക്കുലർ ടൈം വരെ ബ്രാഞ്ച് റിസീവ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഐറ്റത്തിൽ കാണിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കറൻറ്റ് അക്കൗണ്ട്. കറൻറ്റ് അക്കൗണ്ട് ചെന്നൈ ഹെഡ് ഓഫീസിൽ 35,000 ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നുണ്ട്. കൊൽക്കത്ത ബ്രാഞ്ചിൽ ക്രെഡിറ്റ് ബാലൻസ് ഒരു 27,900 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 35,000 35,000 അതേപോലെ തന്നെ 27,900 തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അവിടെ ഒരു 7,100 ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഒരു 5,000 റുപ്പീസ് എൻ്റെ ഗുഡ്സ് നമ്മൾ റിസീവ് ചെയ്തായിട്ട് കാണിക്കുന്നില്ല അല്ലേ. ബ്രാഞ്ചിൽ നിന്ന് 45,000 ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ 40,000 ബ്രാഞ്ചിൽ കാണിക്കുന്നുള്ളൂ. 5,000 ഡിഫറൻസ് നോക്കുക. അപ്പോൾ ഇതിൽ 2,100 എന്താണ് നമ്മളൊരു ട്രാൻസിറ്റ് ആയിട്ട് കാണിക്കേണ്ടത്. അവിടെ ക്യാഷ് ഇൻ ഹാൻഡിൽ വരുന്ന ട്രാൻസിറ്റ് ആയിട്ടാണ് നമ്മൾ 2,100 കാണിക്കേണ്ടത്. എന്താണ് റിസീവ് ചെയ്തിട്ടില്ല ആ എമൗണ്ടിൻ്റെത്. ഓക്കെ, നോക്കാം. ദെൻ നെക്സ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ചെന്നൈയിൽ 25,000, കൽക്കട്ടയിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് ബ്രാഞ്ചിൽ 20,000. ഓക്കെ, ദെൻ ബാലൻസ്, ട്രയൽ ബാലൻസ് ടാലി ചെയ്ത് നോക്കുക. ചെന്നൈൻ്റെ, അതായത് ഹെഡ് ഓഫീസിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വലാണ്, ബ്രാഞ്ചിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വലാണ്. ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കുക. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാലൻസ് ഓഫ് ഹെഡ് ഓഫീസ് കറൻറ്റ് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ഡ്യൂ ടു ഗുഡ്സ് ആൻഡ് ചെക്ക് ഇൻ ട്രാൻസിറ്റ് ആസ് അറ്റ് ദ ഡേറ്റ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 45,000 സെൻഡ് ചെയ്തു, 40,000 നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുള്ളൂ അല്ലേ, കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസിലാണ് ചെക്ക് ഡീറ്റെയിൽസിൽ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് 35,000 27,900 വന്നിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റെൻറ്റ് ഓഫ് ബ്രാഞ്ച് ഓഫീസ് റിമെയിൻസ് അൺപെയ്ഡ് 75 റുപ്പീസ്. അവിടെ റെൻറ്റ് എത്രയുണ്ട്? ഒരു 75,000 ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് കിടക്കുന്നുണ്ട് ബ്രാഞ്ചിൽ. അത് നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ നിങ്ങൾ എന്ത് കാണിക്കാം? ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആ 75 റുപ്പീസ് മെൻഷൻ ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്ലാൻഡ് ഫർണിച്ചർ ആൻഡ് ലൂസ് ടൂൾസ് ആർ ടു ബി ഡിപ്രീസിയേറ്റഡ് അറ്റ് 10% per annum, 15% per annum, 20% per annum റെസ്പെക്റ്റീവ്ലി. പ്ലാന്റിന് 10%, ഫർണിച്ചറിന് 15%, ലൂസ് ടൂൾസിന് 20% വെച്ചിട്ട് ഡിപ്രീസിയേഷൻ കാണണം.
ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് നിങ്ങൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അസറ്റിൽ നിന്ന് ഈ പർട്ടിക്കുലർ പ്ലാന്റിൽ നിന്ന് 10% ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കോളത്ത് കാണിക്കുക. ദെൻ ഫർണിച്ചറിൻ്റെ മുകളിൽ 15% മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കോളത്ത് കാണിക്കുക. ലൂസ് ടൂൾസിൽ നിന്ന് 20% മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കാണിക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് വാല്യൂഡ് റുപ്പി ഓൺ December 31, 2019 ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഹെഡ് ഓഫീസിൻ്റെത് 32,500 ബ്രാഞ്ച് ഓഫീസിൻ്റെത് 17,500. ഈ രണ്ട് എമൗണ്ട് നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്ലോസിംഗ് ബാലൻസ് കാണിക്കണം. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നിങ്ങൾ കാണിക്കണം. അസറ്റ് സൈഡിൽ സ്റ്റോക്ക് എന്ന് കാണിക്കണം. ഇത് 32,500 കാണിക്കാം, 15,500. പിന്നെ എന്തുകൂടി കാണിക്കണം, ഇവിടെ നമ്മളുടെ 45,000 40,000 തമ്മിലുള്ള ഡിഫറൻസ് ഒരു സ്റ്റോക്കില്ലേ, ആ സ്റ്റോക്ക് കൂടി നമ്മളുടെ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൽ വന്നിട്ടില്ല. അതുകൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. കാരണം എന്താ, ഹെഡ് ഓഫീസിൽ നിന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല, കാണിച്ചിട്ടില്ല. പക്ഷേ ഇയർ എൻഡ് ആവുന്ന സമയത്തേക്ക് സാധനം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ 5,000 നമ്മുടെ റെക്കോർഡിൽ എവിടെയും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള ഈ ഹെഡ് ഓഫീസിൻ്റെയും അതേപോലെ തന്നെ ബ്രാഞ്ചിൻ്റെയും കാണിക്കുന്നതിൻ്റെ കൂടെ ഈ അഡീഷൻ ആയിട്ട് വരുന്ന ഹെഡ് ഓഫീസിൽ നിന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ബ്രാഞ്ചിൽ എത്തിയതായിട്ട് റെക്കോർഡിൽ കാണിക്കുന്നില്ല, പക്ഷേ എത്തിയിട്ടുണ്ടാകും. അത് നമ്മൾ ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ട് അഡീഷനായിട്ട് 5,000 കാണിക്കണം. ഓക്കെ. അതേപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്യുന്ന നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് 2,500 ഒരു 1,400 കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ കറണ്ട് അക്കൗണ്ടിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം. 35,000 27,900 ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് ഒരു 7,100 ആണ് വരുന്നത്. ഇതിൽ ശരിക്കും 5,000 നമ്മളുടെ പുതിയ ഗുഡ്സ് ഈ എക്സ്ട്രാ, അതായത് 45,000-ൻ്റെയും 40,000-ൻ്റെയും ഇടയിൽ വരുന്ന ആ 5,000-ൻ്റെ ഡിഫറൻസ് കഴിഞ്ഞിട്ട് 2,100 കൂടി നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട് ശരിക്കും. അത് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞ് 2,100 നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ. അത് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അക്കൗണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടുണ്ട്. കാരണം എന്താ, ഈ 5,000-ൻ്റെ അഡീഷനായിട്ട് വന്നിട്ടുള്ള എമൗണ്ട് ആണത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ഡീറ്റെയിൽസിൽ വരുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് പ്രിപ്പയർ കമ്പൈൻഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31 December 2019 ആൻഡ് എ ബാലൻസ് ഷീറ്റ് ഓൺ ദാറ്റ് ഡേറ്റ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന് നിങ്ങൾക്ക് ഞാനിതിൻ്റെ ഇമേജാണ് സെൻഡ് ചെയ്ത് തരുന്നത്. എക്സ്പ്ലനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഡാറ്റാസ് എല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. ഈ ഡാറ്റാസിനെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ബാലൻസ് ഷീറ്റിലേക്കും കൊണ്ടുവരേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതിൽ അഡീഷനായിട്ട് നമുക്ക് എന്തേ വരുന്നുള്ളൂ, ട്രാൻസിറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം.